സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ ഈശോ ഒരു ഭവനത്തിൽ പ്രവേശിച്ച് ആരും അറിയരുത് തന്നെ എന്ന് ആഗ്രഹിച്ചു. എന്നാൽ അവന് മറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. നമ്മളൊക്കെ മാതാപിതാക്കന്മാരാണ്. കുഞ്ഞുങ്ങളുമായി പലപ്പോഴും കുട്ടികളുമായി കളിക്കാറുണ്ട്. സാറ്റ് കളിക്കുക, ഒളിച്ച് കളിക്കുക എന്നൊക്കെയുള്ള കളികൾ. നമ്മൾ മറിഞ്ഞിരിക്കുന്ന സമയത്ത് കുഞ്ഞ് നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഒളിച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് അവന് അറിയാതിരിക്കാൻ പറ്റും. പക്ഷേ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും. അവൻ്റെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് ഒളിച്ചിരിക്കുന്ന നമ്മൾ പുറത്തു വരും. നമുക്കങ്ങനെ മറിഞ്ഞിരിക്കാനാവില്ല. ഇതുപോലെയാണ് ഈശോയ്ക്ക് മറിഞ്ഞിരിക്കാൻ സാധിക്കില്ല. നമ്മുടെ വേദനകളും പ്രയാസങ്ങളും കാണുമ്പോൾ അവൻ പുറത്തു വരിക തന്നെ ചെയ്യും. ഇതാണ് അന്ന് സംഭവിച്ചത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വേദനകളുടെ മുമ്പിൽ മറിഞ്ഞിരിക്കാൻ സാധിക്കാത്ത ഒരു തമ്പുരാൻ്റെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നുള്ള ഒരു വലിയ ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള കൃപാവരം നമ്മളേവരിലും നിറയട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ.